തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷമാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇ.ഡിക്ക് നന്നായി തന്നെ തലേദിവസമേ തന്നെ അറിയാമായിരുന്നു. പക്ഷേ കേന്ദ്രസേനയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇ.ഡിയിലെ ഒരു ഉദ്യോഗസ്ഥരും വിചാരിച്ചിരുന്നില്ല. എന്നാൽ നിർണായക വിവരങ്ങളെല്ലാം ഇ.ഡി. ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും. അങ്ങനെ വലിയൊരു പ്രതിഷേധമാണ് റെയ്ഡിൽ ഉണ്ടായതെങ്കിലും തുക്കട പാർട്ടിയായ CPM ഡൽഹിയിൽ ഇ.ഡി. റെയ്ഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ, അതായത് അവരുടെ മെയിൻ ഓഫീസിൽ ഒരു ഔദ്യോഗികമായ ഒരു മാർച്ച് നടത്തുകയും ചെയ്തു. കേരളത്തിലെ പോലീസുകാരെ പോലെ ഡൽഹിയിൽ പോലീസ് അങ്ങനെയാണ് എന്നാണ് അവർ കരുതിയത്. അതായത് ലാത്തിയും വെച്ചുകൊണ്ട് നിൽക്കും. ഇവിടെ CPM സഖാക്കന്മാരെ കാണുമ്പോൾ കേരള പോലീസിലെ കുറച്ച് വിഭാഗം പോലീസുകാർ ഈ നട്ടല് വളച്ച് അവരോട് സാഷ്ടാംഗം പ്രണമിച്ചൊക്കെ നിൽക്കുന്നത് പോലെ ഡൽഹിയിലും അങ്ങനെയാകുമെന്നാണ് CPMലെ പോളിറ്റ് ബ്യൂറോ അംഗം, അതായത് പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറിയൊക്കെയായ CPMലെ ജനറൽ സെക്രട്ടറിയൊക്കെയായ MA ബേബിയും അതോടൊപ്പം തന്നെ മറ്റ് സഖാക്കന്മാരും ഒക്കെ കരുതിയത്. എന്നാൽ ഡൽഹി ഭരിക്കുന്നത് നല്ല ഉശിരുള്ള ഒരു വനിതയാണ്. പേര് രേഖ ഗുപ്ത. സമരം നടത്തി ഡൽഹിയിലെ ഇ.ഡി. ആസ്ഥാനം അങ്ങനെ വറപ്പിക്കാമെന്നൊക്കെ കരുതിയാണ് CPMന്റെ ഓഫീസിൽ നിന്നും ഈ കമ്മികളെല്ലാം കൂടി ഇറങ്ങിയത്. അവസാനം CPMന്റെ കമ്മികളെ മൊത്തത്തിൽ ചവിട്ടിക്കൂട്ടുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. തുറന്നു പറഞ്ഞാൽ റോഡിൽ കിടക്കുന്ന മാലിന്യങ്ങളെടുത്ത് വലിയ വാഹനങ്ങളിൽ ഈ നഗരസഭയിലെ ജീവനക്കാരെടുത്തെറിയും. അതായത് ലോറി പോലുള്ള വാഹനങ്ങളിലൊക്കെ ഈ റോഡിൽ കിടക്കുന്ന വേസ്റ്റ് എടുത്ത് 2-3 ജീവനക്കാർ ഒന്നിച്ച് പിടിച്ചെടുത്ത് നേരെ ആ ലോറിയുടെ മുകളിൽ കൊണ്ട് തള്ളും. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടത്. അതായത് ഓരോ സഖാക്കന്മാരുടെയും, അതായത് ഓരോ CPM പ്രവർത്തകന്റെ 2 കൈയും കാലും പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് ഈ ഡൽഹിയിലെ പോലീസുകാർ നേരെ അവരെ വണ്ടിക്കകത്തേക്ക് എടുത്ത് എറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് അവർ ഒന്നാമത്തെ കാര്യം വേസ്റ്റാണ്, അത് ഡൽഹിയിലെ പോലീസിന് അറിയാം ഇവർ വെറും വേസ്റ്റ് ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിഗണന കൊടുത്താൽ മതി എന്നതുകൊണ്ട് തന്നെയാണ് ചവർ എടുത്തെറിയുന്നത് പോലെ ഈ ഡൽഹിയിലെ പോലീസുകാർ ഇവരെ എടുത്തെറിഞ്ഞത്. കേരളത്തെ പോലെ പോലീസ് ഉദ്യോഗസ്ഥർ പടച്ചട്ടയും ഷീൽഡും ലാത്തിയും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നുവെങ്കിലും പിന്നെ ആയപ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ 2 കൈ മാത്രം പോലീസുകാർക്ക് മതി. ഇവരെ ചവിട്ടി താഴെയിടുന്നു, തൂക്കിയെടുത്ത് നേരെ വണ്ടിക്കകത്തിടുന്നു, റോഡ് ക്ലിയർ ചെയ്യുന്നു. അതായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നത്. കൂടാതെ ഏത് തെരഞ്ഞെടുപ്പിലും 8 നിലയിൽ പൊട്ടുന്ന, ഏത് ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ടും ഉരുകി നാണം കെടുന്ന ജെയ്സി തോമസും ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് പോയപ്പോൾ ഒരു ബംഗാളിയുടെ വേഷം, അതായത് പ്രഥമ ദൃഷ്ടിയാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഈ ബംഗാളികളെ പോലെ തലമുടിയൊക്കെ വെട്ടി ആ രീതിയിലേക്കായിരുന്നു ജെയ്സി തോമസ് പോയത്. പക്ഷേ ഡൽഹി പോലീസ് സ്പോട്ടിൽ തന്നെ പിടിച്ചു, തൂക്കിയെടുത്ത് വണ്ടിക്കകത്ത് ഇടുകയും ചെയ്തു. ഇപ്പോൾ തിഹാർ ജയിലിലാണെന്ന് തോന്നുന്നു. ബൃന്ദ കാരാട്ട് അടക്കം മറ്റ് നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടെ പ്രവർത്തകർ റോഡിൽ കടന്ന് പ്രതിഷേധിച്ചു. അവരെയും ഡൽഹി പോലീസ് ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്തെടുത്ത് ഇട്ടിട്ടുണ്ട്. അറസ്റ്റിനെതിരെ പ്രവർത്തകർ MA ബേബി അടക്കമുള്ള നേതാക്കൾക്ക് കവചമൊരുക്കിയെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് നീക്കി. പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണനെ റോഡിക്കൂടെ വലിച്ചടച്ചാണ് ഡൽഹി പോലീസ് കൊണ്ട് വണ്ടിക്കകത്ത് കയറ്റിയത്. മുഴുവൻ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട്. CPM എന്ന ഒരു ചെറിയ പാർട്ടിയിലെ നേതാക്കളെ ചവിട്ടിക്കൂട്ടാൻ ഡൽഹി പോലീസിന് ലാത്തിയോ അല്ലെങ്കിൽ ഗ്രനേഡോ ജലപീരങ്കിയുടെ ഒരാവശ്യം പോലും വേണ്ടി വന്നില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ റോഡ്